കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഡൽഹി തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. മിന്നും വിജയം നേടിയപ്പോൾ കോൺഗ്രസ് 0 എന്ന സീറ്റ് നിലയിലേക്കെത്തിയത് ചർച്ചാ വിഷയമായിരുന്നു. കോൺഗ്രസിന് ദയനീയ പരാജയമെന്ന് പറയുമ്പോഴും കോൺഗ്രസിനത് വിജയം തന്നെയാണ്. കോൺഗ്രസിനെ വെല്ലുവിളിച്ച് ആം ആദ്മി ഡൽഹിയിൽ അധികാരം പിടിച്ചെടുക്കുമെന്നിരിക്കെ ആം ആദ്മിയുടെ വോട്ട് കൂടി പിടിച്ചാണ് കോൺഗ്രസ് ആം ആദ്മിയെ തോൽപ്പിച്ചത്. ഇന്ത്യ മുന്നണിയിൽ ഒറ്റക്കെട്ടായി നിന്നിരുന്ന കോൺഗ്രസും ആമിയും ഡൽഹിയിൽ എതിരായി നിന്ന് മത്സരിച്ചതിൽ ഘടകകക്ഷികൾക്കും എതിർപ്പുണ്ടായിരുന്നു. തുടർച്ചയായി ആം ആദ്മി ഭരിച്ചിരുന്ന ഡൽഹി ആം ആദ്മിക്ക് നഷ്ടമായത് കോൺഗ്രസ് പിടിച്ച വോട്ടിലൂടെയാണ്. ഡൽഹിയിലെ ആപ്പിന്റെ പരാജയത്തിനിടയിലാണ് പഞ്ചാബിൽ AAP MLA-മാർ കൂട്ടത്തോടെ കോൺഗ്രസിലേക്ക് പോകുന്നുവെന്ന വാർത്തകൾ വന്നത്. ഇപ്പോൾ 30 MLA-മാർ രാജിവെക്കാൻ ഒരുങ്ങിയിരിക്കുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ MLA-മാർ രാജിവെച്ചേക്കുമെന്നാണ് റിപ്പോർട്ട്. അതോടെ ആം ആദ്മിയുടെ ദേശീയ പാർട്ടി അംഗീകാരം പോലും നഷ്ടമായേക്കാം. മാത്രമല്ല ആപ്പിന്റെ വളർച്ച നിലയ്ക്കുകയും തളർച്ചയ്ക്ക് ആക്കം കൂട്ടുകയും ചെയ്യും. കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും ശക്തിയായ പൊളിറ്റിക്സാണ് അവർ ഡൽഹിയിൽ പുറത്തെടുത്തതെന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസം വരെ 2 സംസ്ഥാനങ്ങളിൽ ഭരണമുണ്ടായിരുന്ന പാർട്ടിയായിരുന്നു ആം ആദ്മി. എന്നാൽ ഇപ്പോൾ ഒരു സംസ്ഥാനത്തിലേക്ക് അത് ചുരുങ്ങി. പഞ്ചാബിൽ നിലവിൽ 30ഓളം MLA-മാർ കോൺഗ്രസിലേക്ക് പോകുമെന്ന റിപ്പോർട്ട് എത്തിയിരുന്നു. അത്തരത്തിൽ കോൺഗ്രസിലേക്ക് MLA-മാർ കൂടുതൽ പോയാൽ ആം ആദ്മി അധികാരത്തിലുള്ള ഒരേയൊരു സംസ്ഥാനം കൂടി ഇല്ലാതായേക്കും. മാത്രമല്ല അവിടെ കോൺഗ്രസ് ഭരിക്കുന്നതിനും കാരണമാകും. ഡൽഹി തിരഞ്ഞെടുപ്പിൽ ആം ആദ്മിയെ തോൽപ്പിച്ചത് കോൺഗ്രസ് ആണെന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. അതോടൊപ്പം പഞ്ചാബ് കൂടി കോൺഗ്രസിന് സ്വന്തമായാൽ ആം ആദ്മി ഇല്ലാതാകുകയും കോൺഗ്രസ് കൂടുതൽ കരുത്തരാകുകയും ചെയ്യും. കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.